സാറിനൊരു എഴുത്തുണ്ട്. കുറെ നാളായല്ലോ കണ്ടിട്ട്. സുഖം തന്നെയല്ലേ? സ്നേഹം നിറഞ്ഞ ഉണ്ണികൃഷ്ണന്, അന്ന് ഞാൻ കുറച്ചധികം മദ്യപിച്ചിരുന്നു. റോഡിൽ നിന്നും സുരക്ഷിതമായി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് നന്ദി. ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് നീ സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. നിന്റെ ഭാര്യയെ കാണാൻ എനിക്ക് കൊതിയുണ്ട്. വരുന്ന സൺഡേ വീണയുടെ ബർത്ത്ഡേ ആണ്. അവളെയും കൂട്ടി നീ വരുമല്ലോ. ഇതാണ് ഔട്ട് ഹൗസ്. ഇവിടെ താമസിച്ചാണ് ഞാൻ പഠിച്ചത്. പ്രേമനാടക അരങ്ങേറിയ സ്ഥലമല്ലേ? പ്ലീസ് ഇവിടെ വെച്ചെങ്കിലും ഒന്നും പറയാതിരിക്കൂ, പ്രത്യേകിച്ച് വീണയുടെ മുമ്പ് വെച്ച്. ഞാനൊന്നും പറയുന്നില്ല. കാമിയുടെ അടുത്ത് അധിക നേരം ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് തിരിച്ചു പോകും. അതിപ്പോഴേ പറഞ്ഞേക്കാം. ഇങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കാതെ മര്യാദക്കെങ്കിലും സന്തോഷമായി നിൽക്കൂ. വരൂ. വരൂ വരൂ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ഇരിക്കൂ, ഇരിക്കുമോളെ. ഇന്ന് അമ്പലത്തിൽ ചില പ്രത്യേക വഴിപാടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ വന്ന് കയറുതേ ഉള്ളൂ. നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരു ദിവസം ക്ഷണിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞത് മുതൽ വീണയെ നിർബന്ധിക്കുമായിരുന്നു. ഇപ്പോഴേ എല്ലാം കൂടെ ഒത്തു വന്നുള്ളൂ. അമ്മ കുറച്ചു നാളായി അവൾക്ക് നല്ല സുഖമില്ല. അതുകൊണ്ട് സർ, വീണയെ കുറിച്ചല്ലേ എനിക്ക് പറയാനുള്ളൂ. വീണയെക്കുറിച്ചും ഈ വീടിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളാണ് ഉണ്ണി. ഉണ്ണിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ കഥകളൊക്കെ കുറച്ചെങ്കിലും ലക്ഷ്മിക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കണം. അന്ന് ഉണ്ണി പോകുന്ന ദിവസം യാത്രയാക്കാൻ മോളും കൂടെ വന്നില്ലേ? ஒரு தரம் கூப்பிட்ட வர மாட்டியே. இரு, நான் போய் அப்பா அனுப்புறேன். இதோ பாருங்க, வீணா மேல படுத்திருக்கா. என்னமோ தெரியல, சாப்பிட கூப்பிட்டா வர மாட்டேங்கிறா. உண்ணி போயதிന്റെ വിഷമമായിരിക്കും. இப்படி ஒரு பொண்ணு இருக்கா? காலையில சாப்பிடல, மத்தியானம் சாப்பிடல. நீங்களே போய் கூப்பிடுங்க. உங்க பொண்ணு தானே, செல்லம் கொடுத்து கொடுத்து. മതി മതി, നീ ചോറ് വിളമ്പ്, ഞാൻ പോയി വിളിച്ചോണ്ടിരാം.
എന്തൊരു കിടപ്പാ മോളെ ഇത്. ഇന്ന് കാലത്ത് ഒന്നും കഴിച്ചില്ല എന്ന് അമ്മ പറഞ്ഞു. എഴുന്നേക്ക്, നമുക്കൊന്നിച്ച് ആഹാരം കഴിക്കാം. മോളെ, മോളെ, ആലിനി, മോളെ, മോളെ. ഹലോ, പേടിക്കാനൊന്നുമില്ല. എന്നാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. ദാറ്റ് വിൽ ബി മോർ കൺവീനിയന്റ്. മോക്ക് വിശപ്പ് തോന്നുന്നുണ്ടോ? ഇല്ല. ക്ഷീണം? ഇല്ല, എനിക്കൊരു അസുഖം തോന്നുന്നില്ല. ഡീറ്റെയിൽഡ് ആയിട്ടൊരു ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു. സീരിയസ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. നമുക്ക് വീട്ടിലേക്ക് പോവാൻ ഡാഡി. എനിക്കിവിടെ പിടിക്കുന്നില്ല. സാറിനെ ഡോക്ടർ വിളിക്കുന്നു. മോള് കുറച്ച് റെസ്റ്റ് ചെയ്തോളൂ. ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം. വല്ലാത്ത ടെൻഷൻ. ഒരു സിഗരറ്റ് തരൂ. എന്താ ഡോക്ടർ ഒന്നും പറയാത്തത്? എന്താ മോളുടെ അസുഖം? രോഗിയുടെ രോഗവിവരം പൂർണ്ണമായും രക്ഷിതാക്കളെ അറിയിച്ചാൽ മാത്രമേ അവർക്കതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ. ഞങ്ങളുടെ മനസ്സിലെ ഭാരം അല്പം കുറയുകയും ചെയ്യും. എന്തായാലും റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനക്കരുത്ത് പ്രൊഫസർക്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പറയുക, ഹൈപ്പർട്രോപിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോമയോപ്പതി എന്നറിയപ്പെടുന്ന വളരെ അപൂർവമായ രോഗമാണ് വീണയെ ബാധിച്ചിരിക്കുന്നത്. Now she is a dying patient. ഏത് നിമിഷവും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം. അമിതമായ സന്തോഷമോ ഉള്ളിൽ തട്ടുന്ന ദുഃഖമോ ഒരിക്കലും അവൾക്കുണ്ടാകാൻ പാടില്ല. ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ കുറച്ചു കാലം കൂടി വീണ നമ്മളോടൊപ്പം ഉണ്ടാവും. ഫലപ്രദമായ ചികിത്സകളൊന്നും ഈ രോഗത്തിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ദേവാലയങ്ങളും ഭക്തിമാർഗങ്ങളും നമുക്കല്പം ആശ്വാസം തരും. ഏതായാലും തൽക്കാലം നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം. ഒരവസാനത്തെ വഴിയെന്ന നിലയ്ക്ക് ഓപ്പറേഷൻ ട്രൈ ചെയ്ത് നോക്കാം. രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതിയാൽ മതി. ഡാഡി, എന്റെ രോഗവിവരം മമ്മി അറിയരുത്. ഒരിക്കലും ഉണ്ണീട്ടിനോട് പറയരുത്. ഉണ്ണീട്ടിനറിഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികേ ചെന്നു കൈതൊഴുതീടിനാർ.
മണ്ടോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ, നാഥേ ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം, ഇപ്പോഴനുഭവമിത്തരം മാമകം. മോളെ, ഉണ്ണേട്ടൻ എന്ത് പറ്റി? ഉണ്ണിക്ക് ഫസ്റ്റ് റാങ്ക് ഉണ്ട്. എന്താ മോളെ, നീ ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ? സന്തോഷം കൊണ്ടല്ലേ ഡാഡി മോളുടെ കണ്ണ് നിറഞ്ഞത്? ഉണ്ണേട്ടൻ ജയിച്ച ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് ഞാനല്ലേ? പെട്ടെന്നുണ്ടായ ഷോക്കിൽ അമ്മ തളർന്നു വീണു. റാങ്ക് കിട്ടിയ വിവരം അറിഞ്ഞ് ഉണ്ണേട്ടൻ വരും. മരിച്ചുകൊണ്ടിരിക്കുന്ന വീണയെ ഇനി ഉണ്ണേട്ടൻ സ്നേഹിച്ചുകൂടാ. ഉണ്ണേട്ടനെ അകറ്റാൻ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്ക് കിട്ടിയ വിവരം അറിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ